ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യോഗയെ കുറിച്ചാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് യോഗ. പക്ഷെ നമ്മളറിയുന്ന യോഗ ശരീരപുഷ്ടിക്കും ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഒരു എക്സസൈസാണ്. പക്ഷെ ഇതിലൊക്കെ എത്രയോ ഉപരി ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന അതിദിവ്യമായ സംവിധാനമാണ് യോഗ. യോഗ വാക്ക് വന്നത് യുജ് എന്നാണ്. യോജിക്കുക, ഒന്നിക്കുക. ഇവിടെ നമ്മൾ ആരായിട്ടാണ് ഒന്നിക്കേണ്ടത്? ഈശ്വരനായിട്ടാണ് ഒന്നിക്കേണ്ടത്. ഈശ്വരനായിട്ട് ഒന്നിക്കാനുള്ള ഒരു ഉപാധിയാണ് യോഗ. ശരീരപുഷ്ടിക്കും ശരീരാരോഗ്യത്തിനും വളരെ നല്ലത് തന്നെ. പക്ഷെ അതിലുപരി യോഗയ്ക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ യോഗ അഭ്യസിച്ചാൽ ഒരുവൻ എന്തായാലും ഈശ്വരനിലെത്തും, ഈശ്വരാനുഭൂതിയിലെത്തും. ഒപ്പം തന്നെ അവന്റെ നിത്യജീവിതത്തിൽ ശാന്തിയും സമാധാനവും കിട്ടും. യാതൊരു സംശയവുമില്ല. പതഞ്ജലിയുടെ ഒരു യോഗസൂത്രം തന്നെയുണ്ട് ഈശ്വരാനുഭൂതിക്ക് വേണ്ടിയാണ്. ആ പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ കൂടെ പോയാൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഈശ്വരാനുഭൂതി എന്നുള്ള ഉറപ്പാണ്. പിന്നെ യോഗ, രാജയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ഇതാണ് പ്രധാന 4 യോഗം. പിന്നെയുമുണ്ട് യോഗ, ക്രിയായോഗം, അങ്ങനെ പോകുന്നു. പക്ഷെ ഇതാണ് 4 യോഗം. ജ്ഞാനയോഗം ആദ്യത്തെ രാജയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ മറ്റത് മര്യാദയിൽ എത്തിച്ചേരും. ഇപ്പൊ ഭക്തിയിലൂടെ പോയി കഴിഞ്ഞാൽ ഒടുവിൽ കർമ്മവും ജ്ഞാനവും രാജ്യയോഗം ഒക്കെ അവിടെ എത്തും. ജ്ഞാനത്തിൽ കൂടെ പോയാൽ ഇതെല്ലാം എത്തും. അപ്പൊ ഏതെങ്കിലും ഒരു യോഗം നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ അഭിരുചിക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ ഈശ്വരാനുഭൂതി കിട്ടും. അത് അവനവന്റെ മനസ്ഥിതി അനുസരിച്ചായിരിക്കും. ചിലർക്ക് ഭക്തിയായിരിക്കും, ചിലർക്ക് ജ്ഞാനത്തിന് അത്ര ഇഷ്ടാവില്ല. കാരണം അത്രയും കൂടി കഠിനമാണ്. രാജയോഗം അതെ, വിചാരത്തിലൂടെ പോവുക, അങ്ങനെ പലതുകൊണ്ട്. ചിലത് കർമ്മയോഗമായി എല്ലാം ഈശ്വരന് സമർപ്പിച്ചിട്ട് യോഗം അഭ്യസിക്കുക. അപ്പൊ എല്ലാ യോഗ അഭ്യസിക്കുന്നതിലും അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന കാര്യം തത്വം ഈശ്വരാനുഭൂതി കിട്ടലാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിന്റെ അഭിരുചി അനുസരിച്ച് നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. സഹായം വേണമെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗ ക്ലാസ്സുകൾ യോഗയ്ക്ക് ഈശ്വരാനുഭൂതിക്ക് അല്ലെങ്കിൽ ഈശ്വരാനുഭൂതി കിട്ടത്തക്ക വിധത്തിലല്ല, സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതാണ്. അത് മോശമല്ല. പക്ഷെ അതിൽ കൂടി ഒന്നുകൂടി ഉപരിയായിട്ട് നമ്മൾ ആ ഈശ്വരനുമായിട്ട് യോജിക്കുന്ന ആ പതഞ്ജലി യോഗസൂത്രത്തിലൂടെ അല്ലെങ്കിൽ ആ യോഗയിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിയിലെങ്കിലും ആ പരമതത്വം നമുക്ക് കിട്ടും. ഇതാണ് യോഗയിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. യോഗ എന്ന് പറഞ്ഞാൽ ഒന്നായി ചേരുക, ഈശ്വരനുമായി ഒന്നായി ചേരുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. എന്തായാലും യോഗയെ പറ്റിയിട്ട് വളരെയായി ചുരുങ്ങിയ ആ വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.